കേരളത്തിന്റെ കുംഭമേള നടക്കുന്ന നിള നദിയിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഭക്തർ പുഴയിലെ മണൽപ്പരപ്പിൽ ഇരിക്കുന്നതിന് ഉപയോഗിച്ച പേപ്പർ കഷ്ണങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ സേവാഭാരതി പ്രവർത്തകർ പുഴയിൽ നിന്നും നീക്കം ചെയ്യുന്നുണ്ട്. പരിപാടി കാണാൻ എത്തുന്ന ഭക്തരും സേവാഭാരതി പ്രവർത്തകരോടൊപ്പം കൈകോർക്കുന്ന കാഴ്ചയ്ക്കും കുംഭമേള സാക്ഷ്യം വഹിക്കുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ കുംഭമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിളാതീരത്ത് ഓരോ ദിവസവും കുംഭമേളയിലേക്ക് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ പലതരത്തിൽ പേപ്പർ കഷ്ണങ്ങളും അതുപോലെ തന്നെ ബോട്ടിലുകളും ഒക്കെ ഈ പലരും ഇവിടെ നിക്ഷേപിച്ച് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഓരോ ദിവസവും കുംഭമേള നിള ആരതി ഉൾപ്പെടെ കഴിയുമ്പോഴേക്കും അതിനെല്ലാം കൃത്യമായിട്ട് ഈ മാലിന്യങ്ങളെ മുഴുവൻ നീക്കം ചെയ്യുകയാണ് സേവാഭാരതി പ്രവർത്തകർ. സേവാഭാരതി പ്രവർത്തകർ ഈ നിള നദിയിലുള്ള മാലിന്യമാണെങ്കിലും നദിക്കരയിലെ മണൽപ്പരപ്പിലുള്ള മാലിന്യമാണെങ്കിലും ഒക്കെ ഇവർ ഇവിടെ നിന്നും മുഴുവൻ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പോലും ഇവിടെ കാണാത്ത തരത്തിൽ ഉള്ള വലിയ ഒരു ശുചീകരണമാണ് ഓരോ ദിവസവും ഈ മണൽപ്പരപ്പിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഈ കുംഭമേള ഇവിടെ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഇതിന് നേരെ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത് നിളയെ മലിനമാക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ നദീപൂജ എന്ന് പറയുമ്പോൾ അത് നിളയെ മലിനമാക്കുകയല്ല, ഈ നദി എന്നുള്ളത് തങ്ങളുടെ മാതാവാണ്. നദിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗം കൂടെയാണ് ഈ നദീ പൂജ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സേവാഭാരതിയിലെ പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓരോ ദിവസവും ക്ലീൻ ചെയ്യുകയാണ്? തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി കഴിയുന്നതോടുകൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇവിടെ കൂടി എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഭാഗം, അത്രയും പുണ്യമായ ഒരു സ്ഥലം നമുക്കിങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടും സേവാഭാരതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇത് മാനവസേവ, മാധവസേവ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇത്രയും ഭാഗം എല്ലാവരും ഒരുമിച്ച് തന്നെ ക്ലിയർ ആക്കും. എത്ര പേരുണ്ട് ഇവിടെ? ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഒരു സെക്ഷനായി തിരിഞ്ഞാണോ അവിടെ? അതോ സെക്ഷനായി തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ അയക്കുന്നത്. ഒരു 10-25 ആൾക്കാരെ ഓരോ സെക്ഷനായി മാറ്റിയിട്ടാണ് ഓരോ ഭാഗത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സേവനം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ മണലിൽ മാത്രം അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിയുള്ള എല്ലാ സാധനവും ഉണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഊട്ടുപുരയിലായിരുന്നു ഞങ്ങൾ 4 മണി വരെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞ് ഈ അടുത്ത സെക്ഷനായിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ഈ സാധന കാര്യങ്ങളിലും എല്ലാത്തിലും പങ്കെടുത്തു. അതായത് ഓരോ ദിവസവും രാവിലെ മുതൽ തന്നെ നിങ്ങളെല്ലാം കർമ്മനിരതയായിട്ട് ഓരോ മേഖലകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്തോടെ അടുക്കുമ്പോഴാണ് ഇവിടേക്ക് എത്തുന്നത് അല്ലേ? അതെ. രാവിലെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നത്. ഇപ്പം ട്രാഫിക്കിലാണെങ്കിൽ, ഫുഡിലാണെങ്കിൽ എല്ലാ മേഖലയിലേക്കും ഓരോ ആളുകളെ തിരിച്ചിട്ടാണ് കൊടുക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് എത്തും. ഇവിടെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്, ഇനിയും ഒരുപാട് പേര് വരാണ്ട്. അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. അവിടെയൊക്കെ വർക്കിലാണ്, ജോലിയിലാണ്. അവിടെ ഊട്ടുപുരയിൽ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ വർക്കിലുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിന്നും മാറ്റം ചെയ്യും. ഇവിടെ നിന്ന് 500-ൽ പരം സേവാപ്രവർത്തകർ ഇവിടെ ഓരോ ദിവസമുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ്. ഒരു മാലിന്യം പോലും നമ്മളെ ഈ പരിസരത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് അത്രയും വളരെ വൃത്തിയായി ഈ സേവാപ്രവർത്തകർ തന്നെയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കൃത്യമായിട്ട് പാക്കുകളാക്കിയിട്ട് കവറുകളിൽ നിറച്ച് ഇതിനൊക്കെ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന പ്രവർത്തിയാണ്. കൂടുതലും കടലാസുകളാണ്, ന്യൂസ് പേപ്പറുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആ ന്യൂസ് പേപ്പർ പോലും ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ന്യൂസ് പേപ്പർ മണ്ണിൽ ലയിക്കുമെങ്കിലും അത് ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആളുകൾ ഇരിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടായിരിക്കില്ലേ കൂടുതലും ഈ ന്യൂസ് പേപ്പറും മറ്റുമൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. അതുപോലെ ബോട്ടിലുകളുണ്ട് വെള്ളം കുടിക്കാനല്ലേ? അതെ. ആളുകൾ ഇരിക്കുന്ന സമയത്ത് അത് കീറിപ്പോകുന്നുണ്ട്. അപ്പം നല്ല ബുദ്ധിമുട്ടാണ് പെറുക്കാനായിട്ട്. അപ്പം എല്ലാവരും നല്ല സഹകരിച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഈ വാട്ടർ ബോട്ടിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും ധാരാളം ഉണ്ടല്ലേ? ഉണ്ട്. മറ്റു ബോട്ടിലുകളും ഉണ്ട്. പായസം കൊണ്ടുവന്നതും അങ്ങനെ പഴം അങ്ങനെയൊക്കെ എല്ലാ വേസ്റ്റും ഉണ്ട്. വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇട്ടിട്ടാണ് പലരും പോകാറുണ്ടായത്. അതൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് എല്ലാം വേറെ, പേപ്പർ വേറെ, പ്ലാസ്റ്റിക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് ഇവിടുന്ന് മാറ്റാറുള്ളത്. അതുതന്നെയാണ്. ഏതായാലും കൃത്യമായിട്ട് ഇതെല്ലാം ഇവിടെ നിന്നും മാറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തനം. ഇതും എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ അടുത്തത് നിള ആരതി സമയത്തിലെ ആളുകൾ എത്തുമ്പോഴേക്കും, വിശ്വാസികൾ എത്തുമ്പോഴേക്കും ഇവിടം വളരെ ക്ലീനാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതെ, എല്ലാ ദിവസവും ഈ ആരതി നടന്ന സ്ഥലവും ഈ യജ്ഞശാലയും പരിസരവും എല്ലാ ദിവസവും കൃത്യം ക്ലീൻ ചെയ്യും. പേപ്പറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഈ വെള്ളത്തിൽ ഉപേക്ഷിച്ച് പോകുന്ന വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും.
500 പേര് ശരാശരി ഒരു ദിവസം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി വിവിധ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അടുക്കള, ശുചീകരണം, രക്ഷാപ്രവർത്തനം, പൂജ, ഓരോ മേഖലയിലും നമ്മൾ നിശ്ചയിച്ചതനുസരിച്ച് പ്രമുഖന്മാരുണ്ട്. അവർ എണ്ണയിട്ട യന്ത്രം എന്ന കണക്കെ എല്ലാ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നോ ഈ നില ഉണ്ടായിരുന്നത് അതിലേറെ പവിത്രവും ശുദ്ധിയുമായിട്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിച്ച് പോകണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. ഈ നിള ആരതി ഉൾപ്പെടെ നടക്കുമ്പോൾ, കുംഭമേള നടക്കുന്ന സമയത്ത് വലിയ വിമർശനം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത് നിളയെ മലിനമാക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിളയെ മലിനമാക്കുകയല്ല, ആ നിളയെ ശുചീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തോട് പറയുക കൂടെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിളയെ പവിത്രമാക്കുക, ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം തന്നെയാണ്. ഈ നിള നമ്മൾ പൂജിക്കപ്പെടേണ്ടതാണ്, ഈ നദി എന്നുള്ള ഒരു ബോധം സമൂഹത്തിൽ വളർത്തുക കൂടെയാണ് ഈ നിള ആരതിയുടെയും നിള പൂജയിലെയൊക്കെ നമ്മൾ നടത്തി വരുന്നത്. ഇത് ഗംഗയാണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിലുള്ള ഗംഗാ നദിയിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, പരിവർത്തനം, ആ ശുദ്ധീകരണം എന്നുള്ള പ്രക്രിയയോട് ഇന്ന് നമുക്ക് ഗംഗയാണെങ്കിലും നിളയാണെങ്കിലും അത് പുണ്യനദിയായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ സ്നാനം ചെയ്യുന്നുണ്ട്, ഇവരൊരു ബലികർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാ ദിവസവും ജലസേചന വകുപ്പിൽ നിന്ന് ഇത് ജലം പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് വരെ ആ ജലത്തിന് യാതൊരു ക്വാളിറ്റിയിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ട് നമുക്കറിയാൻ സാധിക്കും. അതുതന്നെയാണ് സേവാഭാരതിയുടെ ഉൾപ്പെടെ കൃത്യമായ പ്രവർത്തനം തന്നെയാണ് ഇതുവരെ ഈ നദിയിൽ യാതൊരു തരത്തിലും ഇത് മലിനമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജലവിഭവ വകുപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സേവാഭാരതി വിവിധ മേഖലകളിൽ 500ഓളം സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ കുംഭമേളയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ നിള നദിയിലെ ശുചീകരണം എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ ദിവസവും ആരതി കഴിയുമ്പോഴേക്കും നിള നദി പൂർണ്ണമായും ശുചീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ക്യാമറാമാൻ വിഷ്ണു വേണുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.